ശോഭാ സുരേന്ദ്രൻ അങ്ങനെ വെല്ലുവിളിക്കണ്ട. കാരണം എന്താണെന്നറിയാ, ആദ്യം അവിടെ ഉറച്ചു നിൽക്കട്ടെ. എവിടെയാണ് നിൽക്കുന്ന സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്കട്ടെ. ഇപ്പോൾ ഇനി മറ്റേ ഇതിനുണ്ട്, എന്താണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഇനി 1.5 വർഷമുണ്ട്. അതിൽ CPM സ്വയം പരിഹാസ്യമാവുകയാണ്. CPM പറയുന്നത് എന്താ, SDP-യും മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടിയേർത്തു UDF. അതാണ് പാലക്കാട് വോട്ടാണ്. പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് 11,000 വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാണ്? BJPയുടെ വോട്ടാണ് കുറഞ്ഞത്. ആ BJP കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ SDP-ക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടായ ഇല്ല. അപ്പോൾ വെറുതെ തോറ്റ് കഴിഞ്ഞാൽ തോറ്റെന്ന് പറയണം. ഞങ്ങൾ പറയില്ല, ചേലക്കര ഞങ്ങൾ തോറ്റു. കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല. വല്ലതും പറയാൻ പോയാ തോറ്റത് ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത്, അവരെ ജയിപ്പിച്ചത് ഞങ്ങൾ സമ്മതിച്ചല്ലോ. ഞങ്ങൾ പിന്നെ സന്തോഷമാണ്. 40,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ചെടുത്ത് ഈ പ്രാവശ്യം 12,000 വോട്ടിലാണ് ജയിച്ചതെന്ന് പറയും. ഇപ്പോൾ ഉള്ള സംഭവം എന്താ, എന്ന് മുതലാണ് CPM-ന് SDP-യും ജമാഅത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത്? ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴുള്ള പത്രസമ്മേളനം പുറത്തു വന്നല്ലോ. SDP-ഐ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ്സേ എന്നല്ലേ ചോദിച്ചത് അന്ന്. അപ്പോൾ അന്ന് കൂട്ടുകൂടായിരുന്നു. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന പടമുണ്ട്. അവരുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട്. ഇവരുടെ കൂടെ നിന്ന് ഞാനിപ്പോൾ ഇവിടെ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. LDF സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു ജമാഅത്ത് ഇസ്ലാമി. കേരളം മുഴുവൻ അങ്ങനെയാണ്. അവർ പറഞ്ഞല്ലോ, 2001-ലും 2006-ലും 2011-ലും 2016-ലും ഒക്കെ അവരെതിരായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ കുടിക്കൂറ ഉയർത്തുന്നവർ. AKG സെൻറ്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദികൾ, അങ്ങനെ CPM തീരുമാനിക്കുന്നവരാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ്, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച 18,874 വോട്ട് SDP-ക്കാരും വെൽഫെയർ പാർട്ടിക്കാരും കൂടി ചെയ്താണോ? CPM-ന് സമ്മതിക്കാൻ മടിയ. ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളിലും വോട്ട് കിട്ടി. പാലക്കാട് ടൗണിൽ ഞങ്ങൾ 4,000 വോട്ടിൻ്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം 5,000-ഓളം വോട്ട് ലീഡ് ചെയ്ത്. പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് ആരുടെ വോട്ടാ? ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ. ശ്രീധരൻ 50,000 വോട്ട് കിട്ടിയപ്പോൾ 39,000 വോട്ടായി. BJP-യുടെ വോട്ട് കുറഞ്ഞു, ഞങ്ങളുടെ വോട്ട് കൂടി. അതല്ലേ യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റ് കഴിഞ്ഞിട്ട് കണക്കായിട്ട് ഒരു പഴയ EMS-ൻ്റെ പരിപാടിയാണ്. കണക്കിൽ ഇപ്പോൾ സംശയിക്കും, പാലക്കാട് ആരാ ജയിച്ചതെന്നൊരു സംശയം തോന്നും. നമ്മൾ തോറ്റുപോയാന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. അതുപോലെയാണ് ഇവർ കണക്കപ്പിള്ളമാരാണ്. ഇവർ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 1 മാസം ഈ കണക്കപ്പിള്ളമാരെ എല്ലാവരും കൂടി ഇറക്കും. എപ്പോഴും അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ്. ഇവിടെ അവരെന്താ പറഞ്ഞത്, ഈ തൃക്കാക്കരയിൽ 6,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു ഇല്ലേ. 25,000 വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ സന്തോഷത്തോടെ ജയിപ്പിച്ചതിന് നന്ദിയും പറഞ്ഞു പോയി. എന്നിട്ട് കുറേ നാൾ എന്തായിരുന്നു, പുതുപ്പള്ളിയിൽ എന്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ SDP-ഐ പുതുപ്പള്ളിയിൽ 4 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്, ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ. ഇവിടെ PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അവിടെയൊക്കെ SDP-ഐ ഇതൊക്കെ ജയിച്ചു. ഇതാണ് ട്രെൻഡ് കേരളത്തിൻ്റെ. ഇതാണ് 75,000 വോട്ട് കുറഞ്ഞല്ലോ CPM-ന് ഇവിടെ വയനാട്ടിൽ. അതെവിടെ പോയി? ആ വോട്ട് എവിടെ പോയി? എന്താ പറ്റിയത്? എല്ലായിടത്തും വോട്ട് കുറഞ്ഞു CPM-ന്. വയനാട്, പാലക്കാട്, ചേലക്കര എല്ലായിടത്തും കുറഞ്ഞു. വോട്ട് കുറഞ്ഞു. എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല. നല്ല കാര്യം, അങ്ങനെ വിചാരിക്കണേ നമുക്കിഷ്ടം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ അവിടുത്തെ പ്രാദേശിക നേതാവ് മുതിർന്ന നേതാവ് തെരമ്പിൽ രാമകൃഷ്ണൻ അടക്കം ഇപ്പം വിമർശനമായിട്ട് വന്നിട്ടുണ്ട്. DCC തൃശ്ശൂരിലെ DCC നേതൃത്വം വളരെ മാസങ്ങളായിട്ട് ഒരു പ്രതിസന്ധി നേരിടുകയാണ്. ഒരു നാദനില്ല കളരിയായി കോൺഗ്രസ് സംഘടനാപരമായ കാര്യമാണ്. അത് KPCC പ്രസിഡന്റ് മറുപടി പറയും. ഞാൻ അതിലൊന്നും ഇടപെടില്ല. അതിൻ്റെ കൂടിയാലോചനകളിൽ ഞാൻ പങ്കെടുക്കും. ആ മുതിർന്ന നേതാക്കൾ ഗൗരവത്തോടു കൂടി എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളത് പരിഗണിക്കും. തൃശ്ശൂരിൽ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അതിൻ്റെ പരിഹാരം ഉടനെ ഉണ്ടാവും. എല്ലാവരും പാർലമെൻറ്റിലായതുകൊണ്ടാണ്, ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും പാർലമെൻറ്റ് തുടങ്ങിയതുകൊണ്ടാണ്. അല്ല ഒക്കെ ഉണ്ടാവും. നമ്മളത് പരിശോധിക്കുന്നതാണല്ലോ. ഞാൻ അതിൻ്റെ അകത്ത് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെയൊന്നും മോശമായിട്ടൊന്നും പറയില്ല. അത് ഞങ്ങൾ ഗൗരവമായിട്ട് അത് പരിഗണിക്കും. അദ്ദേഹത്തെ പോലെ വളരെ ഒരു മുതിർന്ന നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗരവത്തോടുകൂടി അത് പരിശോധിക്കും. അടുത്ത വട്ടം പാലക്കാട് ഇപ്പോൾ കോൺഗ്രസ് നേരിട്ടുള്ള സീറ്റിനേക്കാൾ 1 സീറ്റ് പോലും കൂടുതൽ നേടാൻ കഴിയില്ല. അതിന്റെ വെല്ലുവിളി പ്രതിപക്ഷം ഏറ്റെടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ വെല്ലുവിളിക്കണ്ട. കാരണം എന്താണെന്നറിയാ, ആദ്യം അവിടെ ഉറച്ചു നിൽക്കട്ടെ. എവിടെയാണ് നിൽക്കുന്ന സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്കട്ടെ.
ഇപ്പോൾ ഇനി മറ്റേ ഇതിനുണ്ട് എന്താണ് ലോക്കൽ ബോഡി ഇലക്ഷൻ ഇനി 1.5 വർഷമുണ്ട്. പറയട്ടെ, ആ ഇലക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വെല്ലുവിളിക്കാം. ബി ജെ പി നേതാക്കൾ ഇങ്ങോട്ട് എത്തുകയാണെന്നാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ കൂടുതൽ വിപുലമാക്കും.